നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ച്വാറ്റാൽ തിയറം എന്ന് പറയുന്ന തിയറത്തിനെ കുറിച്ചാണ്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഗ്രാഫ് നോൺ ഹാമിൽട്ടോണിയൻ ആണ്. സിമ്പിൾ ഗ്രാഫാണ്. വീൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇതിന് മുന്നൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സിമ്പിൾ ഗ്രാഫും ആണ്, അതിൽ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഹാമിൽട്ടോണിയനും ആണെങ്കിൽ, ഇവിടെ നോൺ ഹാമിൽട്ടോണിയൻ ആണ്, ഹാമിൽട്ടോണിയനും ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 3-4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൽ ഡിഗ്രികൾ ഇങ്ങനെ ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ 1, 1, 2, 3, 4 അങ്ങനെ പോവാം. അപ്പോൾ അത് ഡിഗ്രീസ് ചെയ്യില്ല അവിടുത്തെ സീക്വൻസുകൾ ഒരിക്കലും. എന്തിൻ്റെ സീക്വൻസ്? ഡിഗ്രികളെ സീക്വൻസ്. അതേപോലെ തന്നെ ഡി എമ്മിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ mth ഡിഗ്രീൻ്റെ വാല്യൂ, mth വെർട്ടെക്സിൻ്റെ ഡിഗ്രി വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണ്. അതേപോലെ v മൈനസ് mth വേർട്ടെക്സിന് ഡിഗ്രീൻ്റെ വാല്യൂ ലെസ് ദാൻ v മൈനസ് m ആയിരിക്കും. ഇനി ഇവിടെ ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അവിടെ കണ്ടീഷൻ എന്തായിരുന്നു അറിയോ? നോ വാല്യൂ ഓഫ് m ലെസ് ദാൻ v/2. എമ്മിൻ്റെ ഒരു വാല്യൂ v/2നേക്കാളും ചെറുതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോൺ ഹാമിൽട്ടോണിയൻ എന്നാണ് തന്നിട്ടുള്ളത്. നോൺ ഹാമിൽട്ടോണിയൻ ആകുമ്പോൾ എന്തായിരിക്കും? എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ v/2 ആയിരിക്കും. കണ്ടോ, നോൺ ഹാമിൽട്ടോണിയൻ ആണ് നമ്മുടെ ഗ്രാഫ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ v/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു തിയറം വെച്ചിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി ഇവിടെ 2 കൺസെപ്റ്റ് കൂടി ഉണ്ടല്ലേ, ഡിഗ്രി മേജറൈസ് ചെയ്യുക, CMV. ഇത് 2 കൺസെപ്റ്റ് എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ഒരു C സൈക്കിൾ എടുക്കാം, ഒരു 5 സൈക്കിൾ എടുക്കുക. ആ 5 സൈക്കിളിലാണ് 2, 2, 2, 2, 2. അതിന് ഡിഗ്രി മേജറൈസ് ചെയ്യും K23 എന്ന് പറയുന്ന ഈ സീക്വൻസ്. കാരണം എന്താണെന്നറിയോ? അവിടെയുള്ള ഈച്ച് ടേം, ഇപ്പോൾ ഇതിലുള്ള ടേമുകൾ ഞാൻ P1, P2, P3, P4, P5 എന്ന് വിചാരിക്കുക. ഇതിലുള്ളതോ Q1, Q2, Q3, Q4, Q5 എന്ന് വിചാരിക്കുക. ഇനി നോക്കിയേ, ഏത് PI എടുത്താലും അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു QI ആയിരിക്കും. അങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ QI എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതിനെ മേജറൈസ് ചെയ്യുന്ന സീക്വൻസാണ്. ഇനി നിങ്ങളിവിടെ നോക്കിയേ, ഏത് ടേം എടുത്തോളൂ. ഇപ്പോൾ ഇവിടെ 2നെ മേജറൈസ് ചെയ്യാം, അവിടെ 2 ഉണ്ട്. അതേപോലെ ഇവിടുത്തെ 2നെ മേജറൈസ് ചെയ്യുന്നത് ഇവിടെ 3 ആണ്, ഇവിടുത്തെ 2നെ മേജറൈസ് ചെയ്യുന്നത് 3 ആണ്. അപ്പോൾ അങ്ങനെ ഒരു മേജറൈസ് ചെയ്യുന്ന ഒരു സീക്വൻസ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഡിഗ്രി മേജറൈസ് ചെയ്യുന്ന സീക്വൻസാണ്. അപ്പോൾ 5 സൈക്കിളിന് മേജറൈസ് ചെയ്യുന്ന സീക്വൻസാണ് K23യിലുള്ള വേർട്ടെക്സുകളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് CMV എന്താണെന്നുള്ളതാണ്. ഈ CMV കാണാൻ എന്താ പറയുക? ഒരു ഇക്വേഷൻ തന്നെ ഉണ്ട്. ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് K എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, കംപ്ലീറ്റ് ഗ്രാഫ്. ഇപ്പോൾ ഒറ്റ വേർട്ടെക്സ് ആണെങ്കിൽ ഇങ്ങനെ, 2 വേർട്ടെക്സ് ആണെങ്കിൽ ഇങ്ങനെ, 3 വേർട്ടെക്സ് ആണെങ്കിൽ ഇതാ K3 എന്ന് പറഞ്ഞത്, 4 വേർട്ടെക്സ് ആണെങ്കിലോ ഇതാ K4 എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഈ സംഭവം നമുക്കറിയില്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് CMN കാണാം. ഇപ്പോൾ C15ൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. C15ലാണെങ്കിൽ ഈ CMN വെച്ച് കൺസിഡർ ചെയ്യണേ. രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താ വരിക? എമ്മിൻ്റെ വാല്യൂ 1 എന്ന് വരും അല്ലേ? എമ്മിൻ്റെ വാല്യൂ എന്താ? 1 എന്ന് വരും. എമ്മിൻ്റെ വാല്യൂ 1. എന്നിൻ്റെ വാല്യൂ 5. എന്നിൻ്റെ വാല്യൂ 5. ഇനി അത് നേരെ ഇക്വേഷനിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഇക്വേഷനിലേക്ക് വരുമ്പോൾ എന്ത് വരും? K1 ജോയിൻ എന്നാട്ടോ ഈ ചിഹ്നത്തിന് വിളിക്കുക. K1 കോംപ്ലിമെൻറ്റ് പ്ലസ് K5 മൈനസ് 2 × 1, 2 എന്ന് വരും അല്ലേ? ഇനി K1 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോയിൻ്റാണ്. അപ്പോൾ അതിന് കോംപ്ലിമെൻറ്റ് എന്താ? അതിന് ഇപ്പോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഈ 2 പോയിൻറ്റുകളുടെ ഇങ്ങനെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുക ഇങ്ങനെ അഡ്ജസ്റ്റൻ്റായി കിടക്കുന്നത് നോൺ അഡ്ജസ്റ്റൻ്റായിട്ട് കിടക്കും. അതാണല്ലോ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ K1 എന്ന് പറയുന്നത് എന്താ? ഒറ്റ പോയിൻ്റ് അല്ലേ? ഇതാണ് K1. ഇനി K1 കോംപ്ലിമെൻറ്റ് നമ്മൾ എവിടെയാണ് വരയ്ക്കുകയെന്ന് അറിയാം? ഈ ഒരു ഗ്രാഫ് നോക്കി നിങ്ങൾ, ഇതിട്ടോ, ഈ ഒരു ഗ്രാഫിലെ KMനെ നമ്മൾ നടുവിൽ വരയ്ക്കും. ഓക്കെ, അപ്പോൾ KM എന്ന് പറയുന്നത് ഏതാ? ഇതിൽ K1നെ ഞാൻ നടുവിൽ വരച്ചു. ഇനി K1 കോംപ്ലിമെൻറ്റിന് നമ്മൾ എവിടെ വരയ്ക്കുക? ഇതിൻ്റെ ഈ സൈഡിലാണ് വരയ്ക്കുക. K1 കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചിഹ്നം. ഇനിയോ K5 - 2 എന്ന് പറയുന്നത് എന്താ? K3 എന്ന് പറയുന്നത് എന്താ? ഒരു ട്രയാങ്കിളാണ് K3. അതിനെ നമ്മൾ ഈ സൈഡിൽ വരച്ചു. ഇനി എന്താണെന്നറിയോ ഈ ഒരു ചിഹ്നം കൊണ്ട് മീൻ ചെയ്യുന്നത്? ഈ ചിഹ്നം മീൻ ചെയ്യുന്നത് ഇതിലുള്ള എല്ലാ വേർട്ടെക്സിനെയും നമ്മൾ ജോയിൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ K1ലെ എല്ലാ വേർട്ടെക്സും ഇതിലുള്ള എല്ലാ വേർട്ടെക്സുമായിട്ട് ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ചിഹ്നം കൊടുക്കുക. അപ്പോൾ എന്താ? ഇതിനിങ്ങനെ എല്ലാത്തിനും കൊണ്ടങ്ങ് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യുക? K25 കാണാം. K25 കാണാൻ എന്താ ചെയ്യേണ്ടത്? K25 കാണാൻ നമ്മളിതാ ഈ ഇക്വേഷനും കൊടുക്കുക. ഈ ഇക്വേഷനും കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? K2 നടുവിൽ വരും അല്ലേ? ഇതാണ് ആ K2 കൊടുക്കുന്നത്. വേറെ കളർ യൂസ് ചെയ്യാം. നമുക്ക് K2 എന്ന് പറയുമ്പോൾ ഇതാണ് K2 എന്ന് പറയുന്ന സംഭവം. ഇനിയോ KM കോംപ്ലിമെൻറ്റ്, K2 കോംപ്ലിമെൻറ്റ് ഈ സൈഡിൽ വരും അല്ലേ? K2 കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 2 വേർട്ടെക്സ് മാത്രം. ഇനി എന്താ ഉള്ളത്? KN - 2M എന്ന് പറയുമ്പോൾ K5 - 2 × 2 എന്ന് പറയുമ്പോൾ
K1 എന്ന് വരും. K1 എന്ന് പറയുന്നത് എന്താ, ഈ ഒരു സാധനം. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ജോയിൻ ആയിട്ടുള്ളത് എല്ലാം വെച്ചാൽ ഈ നടുവിലുള്ള ഈ ഒരു സംഭവം കൊണ്ട് എല്ലാത്തിനെയും അങ്ങ് ജോയിൻ ചെയ്യാം അല്ലേ, എല്ലാ വെർട്ടെക്സിനെയും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടൂലേ. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് വരിക എന്നുള്ളത്. അതാണ് ഈ CMV എന്ന് പറയുന്ന സംഭവം. ഇനി നമുക്ക് ഡിഗ്രി എങ്ങനെ മേജറൈസ് ചെയ്യുന്നതെന്ന് കാണണം. ഡിഗ്രി മേജറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കുന്നതെന്നറിയോ, നമ്മളുടെ സീക്വൻസുകൾ എങ്ങനെയാണ് എടുക്കുന്നത്. നമ്മുടെ നോൺ ഹാമിൽട്ടോണിയൻ ആയിട്ടുള്ള ഗ്രാഫ് ജിയിലെ സീക്വൻസുകൾ ഇതാ ഈ ഫോമിലാണ് കിടക്കുന്നത്. DM <= M, DV-M V-M. ഇനി നമുക്ക് ഇതിനെ ഡിഗ്രി മേജറൈസ് ചെയ്യുന്ന ഒരു സീക്വൻസ് കണ്ടുപിടിച്ചിട്ട് അത് ഈ CMN ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ പോരെ. ഓക്കെ, അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ CMൻ്റെ ഡിഗ്രി ഒന്ന് കണ്ടുവെക്കാം. ഈ CMN എന്ന് പറഞ്ഞാൽ ഇതൊരു CMN ആണല്ലോ. ഇത് ഏത് CMN? ഇത് C15ൻ്റെതാണ് ഈ കാണുന്ന CMN എന്നല്ലേ. അതേപോലെ ഓക്കെ, ഇതേതായിരുന്നു C25 ആണ് ഈ കാണുന്ന ചിത്രം. ഇതിൽ നോക്കി ഇതിന് ഡിഗ്രി എങ്ങനെ വരുന്നത്? 1 4 3 2 3 ഇതിലെങ്ങനെയാണ് കിടക്കുന്നത്? ഇതിലോ 2 2 1 2 3 4 4 2 ഇതിലിങ്ങനെയല്ലേ കിടക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു സീക്വൻസ് എങ്ങനെ, ഇതിൻ്റെ ഡിഗ്രി സീക്വൻസ് എങ്ങനെയാണ് വരിക? അതിന് ഡിഗ്രി സീക്വൻസ് വരുന്നത് 1 3 3 3 4. ഇനി ഇതിൻ്റെ ഡിഗ്രി സീക്വൻസ് എങ്ങനെയാണ് വരുന്നത്? അതിന് ഡിഗ്രി സീക്വൻസ് വരുന്നത് 2 2 2 4 4. ഇനി നോക്കിയേ, ഇതിൽ രണ്ടിനും കൂടി നമുക്കൊരു ജനറൽ ഫോം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ, ഇതിലെ ഫസ്റ്റ് M ടേംസിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ എന്താ, CMN എന്നാണ് നമ്മൾ ഈ M കാണുന്നത് കേട്ടോ. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താ, 1 ആണല്ലോ. അപ്പോൾ M ഡിഗ്രീസിൻ്റെ വാല്യൂ എന്ന് പറയും, M ടേംസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ M. ഇവിടെ രണ്ടിടത്ത് നോക്കൂ, M ടേംസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, M. അതേപോലെ ലാസ്റ്റിലെ M ടേംസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, V-1. ഓക്കെ, ലാസ്റ്റത്തെ M വാല്യൂ എന്ന് പറയുമ്പോൾ ഇതിൽ ലാസ്റ്റത്തെ 1 വാല്യൂവിൻ്റെ ഡിഗ്രി V-1 എന്ന് പറയുന്നത് 5 - 1 4 ആണല്ലോ. അതേപോലെ ഇതിൽ ലാസ്റ്റത്തെ M വാല്യൂസിൻ്റെ ടേംസിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, V-1 എന്ന് വെച്ചാൽ 4 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിലുള്ള ടേംസുകളുടെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താ, V-M-1 ആണ്. V-M-1 എന്ന് പറഞ്ഞാൽ 3 വരും, ഇവിടെയോ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ജനറൽ ഫോമിൽ നമുക്കിതിനെ എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫിൻ്റെയും CMN എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രീൻ്റെ സീക്വൻസ് എങ്ങനെയാണ് കിടക്കുന്നത്? ഫസ്റ്റിലെ M ടേംസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് M ആണ്. ലാസ്റ്റിലെ M ടേംസിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ V-1 ആണ്. അതിലുള്ള ടേംസിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ V-M-1 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കിയേ, നമ്മളുടെ ഡിഗ്രി, നമ്മുടെ ഗ്രാഫിലുള്ള ഡിഗ്രി എങ്ങനെയാണ് കടന്നിരുന്നത്? DMൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ <= M ആണ്. V-M-ൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ V-M. അതിനേക്കാളും കൂടുതലല്ലേ എന്തായാലും ഈ സീക്വൻസിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും, നമ്മുടെ ഡിഗ്രി മേജറൈസ് ചെയ്ത് കിടക്കുകയാണ് CMVയിൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ.